ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ഇലയടയാണ് കേട്ടോ. അപ്പോൾ ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇല വെട്ടിയെടുക്കുകയാണ് കേട്ടോ. നല്ല വലിയ അത്യാവശ്യം 10-15 കിട്ടണം പോലെയുള്ള ഇല വെട്ടിയെടുത്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഒരു വാഴക്കൊലയുണ്ട്. അതിൻ്റെ പകുതി മുക്കാലും വവ്വാൽ തിന്നു കേട്ടോ. വവ്വാൽ തിന്ന കാരണം ഞങ്ങളത് എടുത്തില്ല. ബാക്കി കുഞ്ഞു കിളികൾക്ക് ഭക്ഷണം ആയിക്കോട്ടെ എന്ന് വെച്ച് ഞങ്ങളതവിടെ വെട്ടി വെച്ചു. ബാക്കി ഞങ്ങൾക്കും കഴിക്കാൻ പറ്റില്ല, എന്നാൽ അത് കളയാനും പറ്റില്ല. അപ്പോൾ നമ്മളവിടെ വെച്ചു. കുഞ്ഞു കിളികളൊക്കെ വന്നത് തിന്നുന്നുണ്ടായിരുന്നേ. അതിനുശേഷം ഞാൻ ആ ഇല ചീന്തി എടുത്തു. അടേര വലുപ്പത്തിന് കിട്ടണ പോലെ ഞാൻ ചീന്തി അതെടുത്ത് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എളുപ്പം ഉണ്ടാവുമല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വേഗത്തിൽ അത് കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം ഞാനത് കൊണ്ട് വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. വാഷ് ചെയ്യാനായിട്ട് പോയി നന്നായിട്ട് അത് വാഷ് ചെയ്തു. നല്ല വൈറ്റ് കളറിലൊരു കളർ വരും ഈ ഇലയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ വേഗം നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനത് ഓരോന്ന് കഴുകി കമത്തിയും നിവർത്തിയും വെച്ചു. ഇങ്ങനെ വെച്ച് നന്നായിട്ട് കഴുകി എടുക്കുന്നതാണ് കാണുന്നത്. കഴുകി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. നാളികേരത്തിൽ ഞാൻ ശർക്കരയാണ് കേട്ടോ ഇട്ടേക്കണത്. അതും കൂടി ഞാൻ തിരുമ്മിയെടുത്തു. അതിന് ശേഷം ഇത് ഞാൻ പരത്തി, വല്ലാണ്ട് കട്ടിയുമില്ല എന്നാൽ അല്ലാണ്ട് നൈസും അല്ല, ആ ഒരു രീതിയിലേക്ക് ഞാനതെടുത്തു. പിള്ളേർക്ക് വരുമ്പോൾ 4 മണിക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനത് പരത്തി ഓരോന്നിങ്ങനെ വെച്ച് അധികം ക്വാണ്ടിറ്റി ഒന്നും എടുത്തിട്ടില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഞാനത് മടക്കി ഓരോന്ന് എടുത്ത് വെച്ച് ഒരു 10-15 അത്രയേ ഉള്ളൂ ഉള്ളതായിട്ട്. അതിൻ്റെ അവിടെ ഇരിക്കുന്നത് നാട്ടുമാങ്ങയാണ് കേട്ടോ. അവിടെ എല്ലാവർക്കും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാളെ കറി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നാട്ടുമാങ്ങ എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് എടുത്ത് വെച്ചതാണ്. എൻ്റെ ഇടയ്ക്ക് കുഞ്ഞി വന്നതിനെ തട്ടണമൊക്കെ ഉണ്ട്. അമ്മയെന്ന് പറഞ്ഞ് വിളിക്കാനുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട്. ഞാനതൊന്ന് മൈൻഡ് വയ്ക്കാണ്ട് ഞാനിരുന്നിട്ട് അട ഉണ്ടാക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഇഡ്ഡലി ചെമ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചു. അതിലോട്ട് എല്ലാം ഇറക്കി വെച്ചു. ഒരു അബദ്ധം പറ്റി, എല്ലാം കൂടി ഇറക്കി വെച്ചപ്പോൾ അത് തിങ്ങിയിരിക്കണ കാരണം വെന്തില്ല. പിന്നെ അതിന് ശേഷം ഒരു 4-5 ഇറക്കി വെച്ച് വീണ്ടും 4 കയറ്റി അത് വേവിച്ചു. അതിന് ശേഷം അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതെടുത്ത് മാറ്റി വീണ്ടും എല്ലാം വേവിച്ച് അടിപൊളിയായിട്ട് വന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ, ബൈ ബൈ, സീ യു. Hmm.